നമസ്കാരം. അഖിൽ മാരാർ ഒരൊറ്റ ഫോൺ കോൾ കൊണ്ട് 81.4 കോടി രൂപയുടെ അഴിമതി കണ്ടുപിടിച്ച മഹാൻ. ഗ്രേറ്റ്. ദ വൺ ആൻഡ് ഓൺലി അഖിൽ മാരാർ. എനിക്കിങ്ങനെ മുഖ്യമന്ത്രിയുടെ തോളത്ത് പിടിച്ചിട്ട് നമ്മളെ ലാലു അലക്സ് ഇവിടം സ്വർഗമാണ് സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗ് പറയാനാണ് ആഗ്രഹിക്കുന്നത്. മുഖ്യമന്ത്രി നിങ്ങൾ കുടുങ്ങുന്ന പണിയാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് എന്റെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളും കേൾക്കുമ്പോൾ ജനത്തിനും പ്രതിപക്ഷത്തിനും കൂടി ഒന്ന് ബോധ്യപ്പെട്ടാൽ വളരെ നന്നായിരിക്കും. അപ്പൊ പിന്നെ അത് വേണ്ട. അപ്പൊ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് പൊരുത്തക്കേടാണ്, വിവരക്കേടാണ്, വിഡ്ഢിത്തരമാണ്, കുടുങ്ങണം. ഇവിടുത്തെ മന്ത്രി നീ കുടുങ്ങും. അത് കേട്ടപ്പോഴേ ഈ പറയുന്ന അഖിൽ മാരാർ ഇതൊക്കെ പറഞ്ഞിട്ട് അവന്റെ കോൺഫിഡൻസ് കാണണം. ആ പുള്ളിയുടെ ആ ബോഡി ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്തോ ഒരു വലിയൊരു കാര്യം ഞാൻ കണ്ടെത്തി. ഇതുവരെയായിട്ടും ആരും കണ്ടെത്താതിരുന്ന ഒരു കാര്യം. എൻ്റെ ബുദ്ധിയും എൻ്റെ കഴിവും പിന്നെ എൻ്റെ എല്ലാം കൂടി ചേർന്നുണ്ട് ഞാൻ കണ്ടെത്തി. അത് നിങ്ങൾ മനസ്സിലാക്കുക. പ്രതിപക്ഷ നേതാക്കളെ നിങ്ങൾ ഇതൊന്ന് നോക്കൂ, ഇതിനെക്കുറിച്ച് പിന്നെ എന്താണ് നിങ്ങൾ പിന്നെ ഉന്നയിക്കൂ. അങ്ങനെ ഇതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യൂ, ഇതിനെക്കുറിച്ച് ഇത് ആരോപണം ഉന്നയിക്കൂ. അങ്ങനെ പിന്നെ ഈ പറയുന്ന എന്താണ് പിണറായി വിജയന്റെ സർക്കാരിനെ അങ്ങ് മാറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആക്രോശിച്ച് വലിയ കോൺഫിഡൻസോട് കൂടി ഇരുന്ന അഖിൽ മാരാർ എന്ത് ചെയ്തു? അഖിൽ മാരാർ പിന്നീട് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി എന്തോന്നാണ് നിങ്ങൾ പറഞ്ഞത് വിഡ്ഢിത്തമാണ്, നിങ്ങൾ പറഞ്ഞത് വിവരക്കേടാണ്, മറ്റന്നാൾ പറഞ്ഞ എനിക്ക് ചിരി വരുന്നത് ആ പറഞ്ഞ ആ ഒരു കോൺഫിഡൻസ് ആണ്. ആ പറഞ്ഞ ഒരു ഇതല്ലേ ഞാൻ കണ്ടുപിടിച്ച് എന്നിട്ട് പറയണത് നീയൊക്കെ കണ്ട ഞാനിവിടെ ഒരൊറ്റ ഫോൺ കോളില് 81.4 കോടി രൂപയാണ് ഞാനിവിടെ പോക്കി. നീയൊക്കെ ഈ പറയുന്ന പ്രതിപക്ഷമായിട്ട് എന്തിനിരിക്കണേ എന്നൊക്കെ പ്രതിപക്ഷത്തിനെയും കൂടി ഒരു താങ്ങും കൊടുത്ത് നടന്ന ഇപ്പോൾ അഖിൽ മാരാർ ഇപ്പോൾ 8 നിലയിൽ പൊട്ടി. സത്യം പറഞ്ഞ ഒരു ജോക്കറായിട്ട് ഒരു കോമാളിയായി തീർന്നിരിക്കുകയാണ്. എന്നിട്ട് അവിടെയും കിടന്ന് ഉരുളുന്നുണ്ട്. ഒരു വീടിനടുത്ത് കിടന്ന് ഉരുളുക എന്ന് പറയുന്ന ഒരു സംഭവമാണ് അഖിൽ മാരാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ അണികൾക്ക് അല്ലെങ്കിൽ അഖിൽ മാരാർ മറ്റെന്തോ ആണ്, ദൈവമാണ്, അവൻ പറയുന്നുണ്ട് വാക്കിൽ നിന്ന് അവൻ വിവരക്കേടുകളൊന്നും പറയത്തില്ല എന്ന് പറയുന്ന കുറേ പേർക്കൊക്കെ ഇത് ദഹിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ എന്നെ ഒരു കമ്മിയും തേങ്ങിയൊന്നും ആക്കിയൊന്നും വേണ്ട. ഇത് കണ്ടപ്പോഴല്ലേ, ഇത് കേട്ടപ്പോൾ ഇതിൽ കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഈ അഖിൽ മാരാർ ഇപ്പോൾ രണ്ടാമത് ഉന്നയിക്കുന്ന ഫസ്റ്റ് ഈ പറഞ്ഞ വിദ്യാശ്രീയും അവിടെ ഈ പറയുന്ന ആരാണ് നമ്മുടെ മുഖ്യമന്ത്രി വിദ്യാശ്രീയും വിദ്യാകിരണും രണ്ടും കൂടി സംയോജിച്ചു കൊണ്ടാണ്. എന്തുകൊണ്ടാണ് പുള്ളി അത് സംയോജിച്ച് എന്ന് പറയാനുള്ള കാരണം അത് ഞാൻ പറഞ്ഞു. ഇപ്പം രണ്ടാമത് ഈ പറയുന്ന അഖിൽ മാരാർ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അഖിൽ മാരാർ മനഃപൂർവ്വം എന്തൊരു വിദ്യാകിരൺ മാറ്റി ഉടനെ ഞാൻ KSF വിളിക്കുന്നു. അത് ലോണല്ലേ? അത് ലോണാണ്. കണ്ട ലോണാണ് 81.1 കോടി രൂപ. അല്ലെങ്കിൽ മണ്ട നിനക്ക് ഇത്രയും അറിഞ്ഞുകൂടെ? ഇത്രയും വലിയ 81.4 കോടി രൂപ ഇതുപോലെ അഴിമതി, ഇതുപോലെ ഈ ഒരൊറ്റ ഫോൺ കോളുകൾ വിളിച്ചുകൊണ്ട് തീർക്കാവുന്ന അഴിമതി ആയിരിക്കും അവിടെ നടക്കുന്നത്. അത്രയ്ക്ക് പോലും ചിന്തിക്കാനുള്ള കഴിവില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തിരിക്കുന്നവർ അല്ലെ ബാക്കി എല്ലാവരും മണ്ടന്മാരാണ്, ഞാൻ മാത്രമാണ് ബുദ്ധിമാൻ എന്ന് ചിന്തിക്കുന്ന താങ്കളാണ് മണ്ടൻ എന്ന് ആദ്യം തിരിച്ചറിയുക. രാജാവ് നഗ്നനാണെന്നുള്ള കാര്യം പ്രജകൾ വിളിച്ചു പറയുന്ന കാലമാണ് ഇത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നുമല്ല, ഈ പറയുന്ന പിന്നെ ദുരിതാശ്വാസ നിധിയിൽ ഞാൻ പൈസ കൊടുക്കരുത്, അത് അഴിമതിയാണ് എന്ന് പറഞ്ഞ ഭയങ്കര വീരാവാദമൊക്കെ മുടക്കി അഖിൽ മാരാർ അവസാനം എതിരെ കേസ് വന്നപ്പോൾ അവൻ തന്നെ കൊണ്ട് 1 ലക്ഷം രൂപ കൊടുത്തു. എന്തോന്നിവിടെ ഈ പറയുന്ന തീട്ടത്തിന് ഉറപ്പ് വേണമെന്നൊക്കെ നമ്മളിവിടെ പറയും. പറഞ്ഞ വാക്കിനൊരു ഉറപ്പ് വേണം, വാക്കിനൊരു വില വേണം. മനസ്സിലായോ? ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നീട് എന്താണ് ഒരു സാധനം പറഞ്ഞാൽ അതിൽ പിടിച്ചു നിൽക്കണം, അല്ലെങ്കിൽ അത് ഉറച്ചു നിൽക്കണം. അല്ലാതെ ഇന്നലെ ഒന്ന് പറഞ്ഞു ഇന്ന് പേടിച്ച് കേസ് കൊടുക്കുന്നു പേടിച്ച് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, ഞാനും കൊടുത്തല്ലോ, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് എന്നൊന്നും കാര്യമില്ല. അപ്പോൾ ഈ അഖിൽ മാരാർ വിചാരിക്കുന്നത് എല്ലാവരുടെ കയ്യിലും അഖിൽ മാരാറിനെ പോലെ ഈ പറയുന്നവർ ലക്ഷങ്ങൾ കാണും. അപ്പോൾ ലക്ഷങ്ങളുള്ളവർ നേരെ കൊണ്ടിട്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ദുരിതാശ്വാസത്തിൽ അവിടെ നേരിട്ട് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കൊടുത്ത് ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ ഇടുക. ബാക്കി 100-200 കൊടുക്കാനുള്ളവരൊന്നും കൊടുക്കണ്ട എന്നുള്ളത്. അതായത് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ കൊടുക്കാനേ പാടില്ല. മനസ്സിലായോ? 5 അതായത് 10-100 ഉള്ളവർക്ക് ഇനിയിപ്പോൾ 100 രൂപ കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവൻ പാവപ്പെട്ടവൻ എന്ത് ചെയ്യണം? ഇനി അങ്ങ് ദുരിത ഭൂമിയിൽ പോയി അവിടെയുള്ള ആർക്കെങ്കിലും ഒരു 2 കുപ്പി വെള്ളമെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. അതാണ് അഖിൽ മാരാറിന്റെ മണ്ടനാണ് അവൻ, ലോക മണ്ടനാണ്. ഞാൻ എന്തോ ആണെന്നുള്ള ഒരു വിചാരം മാത്രമേ ഉള്ളൂ. പക്ഷെ പറയുന്നതെല്ലാം പിന്നെ വെഡിത്തരങ്ങളാണ്. ഈ പറഞ്ഞ കുറച്ച് വാക്ചാതുര്യം ഉണ്ടെന്ന് കരുതി എന്ത് വിഡ്ഢിത്തരവും എന്ത് തോന്നിയാസവും എന്ത് മണ്ടത്തരവും വിളിച്ച് പറയുന്നത് എല്ലാവരും അത് വിഴുങ്ങത്തില്ല എന്നുള്ളതാണ്.
അപ്പോൾ ഇനി വേറൊരു അതിനൊന്നും ഒരു കാര്യം, ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് ഏത് സർക്കാർ വന്നാലും ശരി, അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കൈയിട്ട് വരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സാധനമാണ് ദുരിതാശ്വാസ നിധി. അതായത് ഈ പറയുന്ന ഏതാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ, അത് ഏത് പാർട്ടി വന്നാലും അവർ അതിനകത്ത് കൈയിട്ട് വരും. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു 100 രൂപ ഒരിടത്ത് കൊടുക്കുന്നുവെങ്കിൽ 100 രൂപ 80 രൂപ കൊടുക്കുള്ളൂ, 100 രൂപ എഴുതി കാണിക്കുമായിരിക്കും, 20 രൂപ കൈയിട്ട് വരാറുള്ളൂ, 80 രൂപ ഉണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ 81.4 കോടി രൂപ KSF-ൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 81 അത്രയും ആയി കാണില്ല, ചിലപ്പോൾ ഒരു 80 കോടി ആയിരിക്കും, ചിലപ്പോൾ പോട്ടറെ ഇവിടെ 75 കോടി ആയിരിക്കും കൊടുത്തത്, ബാക്കി ഇത്രയും കോടി ആയിരിക്കും വെട്ടിച്ച് പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടാവും, അഴിമതി കാണിച്ചിട്ടുണ്ടാവും, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അവിടെ കൊടുത്ത 75 കോടി ഉണ്ടല്ലോ, അത് എവിടെ നിന്ന് കിട്ടി? അത് ഇതേപോലെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ഇതുപോലുള്ള പാവങ്ങൾ 50, 100, 200 ഒക്കെ ഇട്ട് വന്നതാണ്, മനസ്സിലായ? അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ അഖിൽ മാരാർ ഇപ്പം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വിദ്യാശ്രീ എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് വിദ്യാ കിരണാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, അതെന്താണ്, അത് ഈ പറഞ്ഞതുപോലെ തേപ്പ് സാധനങ്ങളാണ്. അതായത് വിദ്യാശ്രീക്ക് വേണ്ടിയിട്ട് എടുത്ത് അവിടെ ഇരുന്ന് പൊടിയടിച്ച് കംപ്ലൈൻ്റ് ആയ കാരണം പിന്നീട് ലാപ്ടോപ്പുകളാണ് എന്ത് ചെയ്തത്, ഈ പറഞ്ഞ ഇപ്പോൾ ഈ പട്ടികജാതി വർക്കപ്പെടുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നാണ് ഈ പറയുന്ന അഖിൽ മാരാർ ഇപ്പോൾ കാരണം നേരത്തെ പറഞ്ഞത് അമ്പാടെ പൊട്ടിയല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞ വളരെ മണ്ടത്തരമാണെന്ന് അറിഞ്ഞു. സത്യം പറഞ്ഞാൽ ഇവിടെ ഏതാണ്ട് ജയിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു പിന്നീട് അവർക്ക്, അതായത് ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് നല്ലൊരു കാര്യം ഞാൻ ചെയ്തു കൊടുത്തത്. കാരണം ഇവൻ ചെയ്ത മണ്ടത്തരം ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു, എങ്ങനെയാണ് ആ പൈസ പോയതെന്നും ഈ പറയുന്ന വിദ്യാശ്രീയിലല്ല വിദ്യാ കിരൺ വഴിയാണ് പോയത് എന്നുള്ളതുമാണ്. അതായത് ഈ കേസ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത്, ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞൊരു സാധനം എന്താണ്, ഈ വിദ്യാശ്രീയും വിദ്യാ കിരണും തമ്മിൽ സംയോജിച്ചുകൊണ്ടാണ് ഈ പറയുന്ന 81.4 കോടി രൂപ കൊടുത്തത്. അത് എങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ KSF എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനി അല്ല, അത് സർക്കാരിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സാധനമാണ്. ഈ KSFക്ക് ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇങ്ങനെയുള്ള ഒരു സാധനം ചെയ്യണമെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് തീരുമാനിച്ചെടുത്ത് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായി? അവർക്ക് സ്വന്തമായിട്ട് തീരുമാനിച്ചു അവരിങ്ങനെ ഒരു പ്രപ്പോസൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ പറയുന്ന കൊറോണ സമയത്ത് ഇത്രയും കുട്ടികൾക്ക് ഈ രീതിയിലുള്ള പിന്നെ ലാപ്ടോപ്പ് ഇത്രയും വിലയ്ക്ക് എടുത്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു പ്രപ്പോസൽ ആർക്ക് കൊടുക്കും? ഈ പറയുന്ന ഗവൺമെൻറ്റിന് കൊടുത്ത് ഗവൺമെൻറ്റും കൂടി അത് ചർച്ച ചെയ്ത് അപ്രൂവൽ ആക്കിയതിന് ശേഷം മാത്രമാണ് KSF വഴി എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ലാപ്ടോപ്പുകൾ ആദ്യം 15,000 രൂപയ്ക്ക് കൊടുക്കാമെന്ന് സമ്മതിക്കുന്നത്. അതിൽ തന്നെ വ്യക്തമായിട്ട് നിങ്ങൾ ഈ പറയുന്ന പിന്നെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ തന്നെ 4% പലിശ ആര് വഹിക്കും? ഈ പറയുന്ന KSF-യും 5% പലിശ ആരാണ്? ഈ സർക്കാരുമാണ് വഹിക്കുന്നത്. അപ്പോൾ സർക്കാരിന് ഇതിന് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നുള്ളതാണ്. പൈസ കൊടുത്തില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഈ വരുന്ന പലിശയുടെ ഒരു 5% പലിശ സർക്കാരാണ് അടയ്ക്കുന്നത്. സർക്കാർ അപ്രൂവൽ ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന വിദ്യാശ്രീ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇവിടെ നടപ്പിലാക്കിയത് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ പിന്നീട് അഖിൽ മാരാർ പറഞ്ഞ അപ്പം ഈ സാധനം നടപ്പിലാക്കി കുറച്ച് കഴിഞ്ഞ് പിന്നെ അഖിൽ മാരാർ പറഞ്ഞ അതിനകത്ത് എന്തിരുന്നു, കൊക്കോണിക്സ് എന്ന് പറയുന്ന ഒരു സർക്കാരിൻ്റെ തന്നെ അധീനതയിലുള്ള കൊക്കോണിക്സ് എന്ന് പറയുന്ന ഒരു ലാപ്ടോപ്പാണ്. അത് പിന്നെ കേടാണ്, പാടാണ്, മറ്റേ. പക്ഷേ കൊക്കോണിക്സ് മാത്രമല്ല കൊടുത്തത്, അത് വെബ്സൈറ്റിൽ കൃത്യമായിട്ടുണ്ട്. ലെനോവ, ആക്സർ, പിന്നെ HP ഈ പറയുന്ന ഇത്രയും ലാപ്ടോപ്പുകൾ വരെ കൊടുത്തിരുന്നു. അതിൽ ഈ കൊക്കോണിക്സ് എന്ന് പറയുന്നത് മാത്രമാണ് ഏറ്റവും കൂടുതൽ വില, ഒരു 14,900 രൂപയുള്ളൂ. ബാക്കി പറയുന്ന ലെനോവയ്ക്ക് ആസറിനുമെല്ലാം ഈ പറയുന്ന 17-18 വില വരുന്ന സാധനങ്ങളാണ്. ആദ്യം തുടക്കകാലങ്ങളിൽ ഈ പറയുന്ന ലെനോവയും ഈ HP എല്ലാം കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ ഇവർ കൊടുക്കാതായി. അതിനുശേഷം ഇവർക്കെതിരായിട്ട് കേസ് വരെ ഫയൽ ചെയ്തിട്ടുണ്ട് സർക്കാർ. അതൊക്കെ പിന്നീടുള്ള കേസ്. അപ്പോൾ ഇങ്ങനെ 15,000 രൂപയ്ക്ക് ഇവർക്ക് ഈ പറയുന്ന പാവപ്പെട്ടവർക്ക് തിരിച്ചടവ് മുഖേന, അതായത് 15,000 രൂപ എന്ന് പറയുമ്പോൾ 10-15 അതിൽ തന്നെ 2,000 രൂപ ഇവർക്ക് പിന്നീട് ഡിസ്കൗണ്ട് അങ്ങനെ എന്തൊക്കെ ഉണ്ട്. എന്തായാലും പോട്ട് ഈ 15,000 രൂപയ്ക്ക് ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഈ ലാപ്ടോപ്പ് പിന്നീട് 10,000 പേർക്ക് എന്തോ കൊടുത്തു. പിന്നീട് സർക്കാർ തന്നെ തീരുമാനിക്കും വേണ്ട, ബാക്കിയിരിക്കുന്ന ലാപ്ടോപ്പുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് കൊടുക്കാം എന്ന് കരുതിയാണ് അവരെന്ത് ചെയ്തത്, വിദ്യാകിരണം എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. മനസ്സിലായോ? വിദ്യാകിരണം എന്ന് പറയുന്ന പദ്ധതി പിന്നീടാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ പിന്നെ ഈ പറയുന്ന അഖിൽ മാരാർ ഉന്നയിക്കുന്ന മറ്റൊരു കേസ്, ഈ 5 ലക്ഷത്തി സംതിങ് എത്രയും ലാപ്ടോപ്പുകൾ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ പകുതിയായിട്ട് കിട്ടുമെന്നുള്ളതാണ്. അതായത് 5 ലക്ഷത്തിൽ പരം പിന്നെ ലാപ്ടോപ്പുകൾ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ 100 രൂപ ഇരിക്കുന്ന സാധനം എനിക്ക് 50 രൂപയ്ക്ക് കിട്ടും എന്നുള്ളതാണ് അഖിൽ മാരാർ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 10 ലക്ഷം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് കിട്ടുമായിരിക്കും. ഒരു 20 ലക്ഷം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൊടുക്കാതെ കിട്ടുമായിരിക്കും. അതാണ് ഈ പറയുന്ന അഖിൽ മാരാറിൻ്റെ ലോജിക്ക്. ഇടയെ അവനെ 10 രൂപയ്ക്ക് കിട്ടിയ, 15 രൂപയ്ക്ക് കിട്ടിയ, 20 രൂപയ്ക്ക് കിട്ടിയ എന്നുള്ളതല്ലല്ലോ അവിടുത്തെ വിഷയം. വാങ്ങുന്ന കസ്റ്റമറിന്
അല്ലെങ്കിൽ കൊടുക്കുന്ന പാവപ്പെട്ടവർക്ക് അവനത് മുതലാവുന്നു എന്നുള്ളതാണ്. മനസ്സിലായി? ചിലപ്പം ഈ പറയുന്ന ലക്ഷങ്ങൾ വാങ്ങുമ്പോൾ അവന് വില കുറച്ച്, ആ വില കുറച്ച് കൊടുത്തത് കൊണ്ടല്ലേ ഈ 15,000 രൂപ ലാപ്ടോപ്പ് എടുക്കുന്നത്. ഒരു ഈ പറയുന്ന ഒരു സെൽഫോൺ വാങ്ങണമെങ്കിൽ തന്നെ നമുക്ക് സ്മാർട്ട് ഫോൺ വാങ്ങണമെങ്കിൽ തന്നെ 10-15 രൂപ നല്ല രീതിയിലൊരു സ്മാർട്ട് ഫോൺ വാങ്ങാം അല്ലേ. അപ്പോൾ 15,000 രൂപയ്ക്ക് ഈ ലാപ്ടോപ്പ് കൊടുക്കുന്നത് ഇത്രയും ഹ്യൂജായിട്ട് വാങ്ങിച്ചത് കൊണ്ട് തന്നെ ആയിരിക്കും ഇവിടെ. അതുപോലെ KSF എന്ന് പറഞ്ഞത് ഈ പറയുന്ന പിന്നെ ചുമ്മാ മറ്റുള്ളവരെ ഉദ്ധരിക്കാൻ വേണ്ടി ഇരിക്കുന്നില്ല. അവർ ലാഭത്തിന് അവർ ഒരു ലാഭം ഇല്ലാതെ ചെയ്യത്തൊന്നുമില്ല. അവർ കിട്ടുന്ന ലാഭം ചിലപ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടം കൊടുക്കുന്നത് സർക്കാരായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഈ പലിശയുടെ 5% സർക്കാർ കൊടുക്കാമെന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു? ഈ വിദ്യാകിരണിനെ മാറ്റിക്കൊണ്ട് 10,000-10,000 വരെ കൊടുത്ത് വേണ്ട. ഈ വിദ്യാകിരണിലേക്ക് വേണ്ടി ഇവരെടുത്ത 40,000-40,000 എന്താണ് ലാപ്ടോപ്പുകൾ ഉണ്ടായിരുന്നു. അത് വിദ്യാശ്രീക്ക് വേണ്ടി എടുത്തു. അത് വിദ്യാകിരണം എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവരും. അവിടെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട പിന്നോക്കത്തിൽ നിൽക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്തു. അതാണ് ചെയ്തത്. ഇനി ഈ അഖിൽ മാരാർ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം എന്ന് വെച്ചാൽ ഇത് ഈ വിദ്യാശ്രീക്ക് വേണ്ടിയിട്ട് എടുത്ത ലാപ്ടോപ്പ് അവിടെ ഇരുന്ന് പഴകി അതിൻ്റെ കട്ടയം പടം മടങ്ങി എടുത്ത് കളയാൻ വയ്യാതെയാണ് ഈ വിദ്യാകിരണം വഴി ആൾക്കാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് കൊടുത്തു എന്നുള്ളതാണ്. ഞാൻ കയറി നോക്കിയാൽ വിദ്യാശ്രീ വഴി ലാപ്ടോപ്പ് കൊടുത്തത് ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് 9/7/2021 7-ാം മാസം 2021 7-ാം മാസം. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 7-ാം മാസം 2021 ഫസ്റ്റ് ഈ വിദ്യാശ്രീ വഴി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത്. അതിനുശേഷം വിദ്യാകിരണം കൊണ്ടുവന്ന് ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയത് 31/3/2022. അതായത് ഈ വിദ്യാകിരണം കൊടുത്തുന്നത് 5 മാസം മുമ്പ്. 5 മാസം കഴിഞ്ഞ് വന്ന കിരണം വഴിയും എന്ത് ചെയ്തു? ഈ പറയുന്ന ലാപ്ടോപ്പിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ലാപ്ടോപ്പ്, അതായത് വെറും 5 ഈ 2 പദ്ധതികളും തമ്മിൽ വെറും 5 മാസത്തിൻ്റെ കാലപരിധി മാത്രമേ ഉള്ളൂ. ഈ 5 മാസം കൊണ്ട് ഈ വാങ്ങിച്ച കമ്പ്യൂട്ടറും ഈ പറയുന്ന ലാപ്ടോപ്പുകളെല്ലാം അങ്ങ് തൊലഞ്ഞ്, അതായത് വീണെടുത്ത് കിടന്ന് ഉരുളുക. അഖിൽ മാരാർ ഇപ്പോൾ കാണിച്ച് വീണെടുത്ത് കിടന്ന് അങ്ങ് നല്ല രീതിയിൽ ഉടങ്ങുക. കാരണം ഞാൻ പറയുന്നത് എനിക്ക് കുറച്ച് വാക്ചാതുര്യം കൊണ്ട് ഞാനാണ് മഹാൻ, ഞാനാണ് മറ്റവൻ, അല്പനാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര അല്പനാണ്. എന്തോ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് ഇടപെടും, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കും. പിന്നെ അവിടെ താൻ പറയുന്നത് തെറ്റാണെന്നറിയും. ഇവിടെ തന്നെ പറഞ്ഞത് ലോക മണ്ടത്തരമാണ് ഇവിടെ പറഞ്ഞതെങ്കിൽ കൂടി അവിടെ കിടന്ന് ഉരുളയുടെ വീണ്ടും പ്രേക്ഷകരെ പറ്റി ഇവിടെ ജനങ്ങളെ യഥാർത്ഥത്തിൽ പറ്റിച്ചതാരാണ്? സർക്കാരാണോ? അഖിൽ മാരാറാണ് പറ്റിച്ച്. ഇപ്പോഴത്തെ പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് മറ്റാരുമല്ല, അത് അഖിൽ മാരാറാണ്. അത് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവും. ആദ്യം പറഞ്ഞ് വിദ്യാശ്രീ വഴിയോ ഭയങ്കര എന്തോ കണ്ടുപിടിക്കുക. നിങ്ങൾ പ്രതിപക്ഷങ്ങളെ നിങ്ങൾ എന്തിനു വായതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ചത് ഒറ്റ ഫോൺ കോളിലാണ് ഞാൻ കണ്ടുപിടിച്ചത് 81.4 കോടി രൂപ അഴിമതി നടന്നത്. അപ്പം അതല്ല, നിന്നെ പോലെ ബുദ്ധിയില്ലാത്ത. അതുകൊണ്ടാണ് അവരിപ്പോൾ പ്രതിപക്ഷത്തേക്ക് നീ വെളിയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കിടന്ന് ഈ ഓൺലൈനിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ കണ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കാരണം അവർക്ക് ബുദ്ധിയുണ്ട്. അവരാരും ഉന്നയിക്കുക. അല്ലെങ്കിൽ ഒരു സാമാന്യ ബുദ്ധി വേണ്ടേ? ഈ 81.4 കോടി രൂപ പറ്റിക്കുമ്പോൾ ഇതുപോലുള്ള സുതാര്യമായി പറ്റിക്കില്ല. ഇത്രയും ഈ രീതിയിൽ മറ്റുള്ളവർക്ക് ഒരു ഫോൺ കോൾ വിളിച്ചോണ്ടാൽ തെളിയിക്കുന്ന രീതിയിൽ പറ്റിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കും. പിന്നെ അതുമല്ല, ഈ പറയുന്ന പ്രതിപക്ഷത്തുള്ള അവരുടെ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് ആയിക്കോട്ടെ, ഈ പറയുന്ന BJP അവരെല്ലാം മണ്ടന്മാരാണ്, ഞാൻ മാത്രമാണ് ബുദ്ധിമാൻ എന്ന് കരുതുന്നതുമാണ് താങ്കളുടെ മണ്ടത്തരം. ഇനിയും കോമാളി തരങ്ങളായിട്ട് താങ്കൾ ഇനിയും വരൂ. നമുക്ക് വീണ്ടും കാണാം. ശരി.